18ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തു വരും എന്നതാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ വളരെ നിർണായകമായിരിക്കും എന്ന് തന്നെ വേണം കരുതാൻ. ഇന്ത്യയുടെ ഭാവി ആരുടെ കയ്യിലായിരിക്കും വരുന്ന 5 വർഷത്തേക്ക് എന്നുള്ള ചിത്രം വ്യക്തമാകുന്നതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ പലതിൻ്റെയും ഭാവിയും നിർണായകമായിരിക്കും എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായി നാം കാണേണ്ടത് NDA മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാവിയും അതുപോലെ തന്നെ അവരെ നേരിട്ട ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാവിയും ആണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കെട്ടുറപ്പുള്ള രാഷ്ട്രീയ കക്ഷിയാണ് എന്നാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടുറപ്പുള്ള രാഷ്ട്രീയ കക്ഷി എന്ന് പറയുമ്പോഴും അത് 1-2 ആളുകളുടെ കയ്യിൽ അത് അടക്കി ഭരിക്കുന്നതായ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷിയായി, ജനാധിപത്യ ബോധം നഷ്ടപ്പെട്ട ഒരു കക്ഷിയായി കഴിഞ്ഞ 10 വർഷങ്ങളായി അത് തരം താണിരിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ BJP എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും അമിത്ഷായും എന്ന 2 പേർ മാത്രമാണ് എന്ന രീതിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. നരേന്ദ്രമോദിയെ ബിംബവൽക്കരിച്ചുകൊണ്ട് ഒരു ഏകശിലാ സിദ്ധാന്തത്തിലേക്ക് ദയനീയമായി പോയിരിക്കുന്നു BJP എന്നത് എല്ലാവരെയും വളരെ ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു സങ്കല്പമല്ല ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പൊതുസമൂഹത്തിന് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യത്തുമുള്ളത്. ഒരുതരം ബിംബപ്രതിഷ്ഠയും ആരാധനയും ഒക്കെ രാഷ്ട്രീയ കക്ഷികളുടെ തലപ്പത്ത് വരുമ്പോൾ ആ രാഷ്ട്രീയ കക്ഷികൾ വളരുകയല്ല, തളരുകയാണ് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മറുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം ഒരു മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രാവശ്യം മത്സരത്തിൽ പങ്കെടുത്തത്. 27 കക്ഷികൾ ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഇത്ര കുറച്ച് സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്, 400-ൽ താഴെ. അതിന് യഥാർത്ഥത്തിൽ പ്രചാരകരായി മുൻപിൽ നിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണല്ലോ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, AICCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ മല്ലികാർജുന ഖാർഗെ തുടങ്ങിയ താരപ്രചാരകരെല്ലാം തന്നെ കഴിഞ്ഞ 44 ദിവസങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ലോകശ്രദ്ധ ആകർഷിച്ചത് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമായിരുന്നു, പ്രചാരണ ശൈലിയായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ ഇന്ത്യയുടെ 4 ഭാഗങ്ങളിലേക്കും ദീർഘമായ ന്യായയാത്രയും അതുപോലെ തന്നെ സൗഹൃദ യാത്രയും ഒക്കെ നടത്തി ചരിത്രം സൃഷ്ടിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ തിളങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും അതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെയും നല്ലതുപോലെ സ്വാധീനിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾ മാത്രമല്ല, എതിർഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഇന്ത്യക്ക് പുറത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാജ്യങ്ങളും ഒക്കെ തന്നെ വളരെയേറെ ആകാംക്ഷയോടുകൂടെ നോക്കിക്കാണുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും കടുത്ത പരാജയം സംഭവിച്ചാൽ അത് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയെയും ബാധിക്കും എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. അത് ഉണ്ടാകാതിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ ഘടകകക്ഷികളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന രീതിയിൽ ഈ 2 മുന്നണികൾക്കും ഈ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ മുന്നണിക്ക് ഒരു നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്നേക്കുമായി അവർക്ക് മുഖത്തേറ്റ ഒരു അടിയായിരിക്കും എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് ഒരു നേതൃത്വം ലഭിക്കുമ്പോൾ അവർ രൂപീകരിക്കാൻ പോകുന്ന മന്ത്രിസഭയെക്കുറിച്ചും വലിയ പ്രതീക്ഷകളാണ് ഇന്ത്യയിലെ പൊതുസമൂഹത്തിനുള്ളത്. 142 കോടി ജനങ്ങൾ ഉള്ള ഈ രാജ്യത്ത് പല പ്രതീക്ഷകളും വെച്ചു പുലർത്തുന്നുണ്ട്. അതേസമയം
BJP വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ വളരെയേറെ ഉത്കണ്ഠയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന ചില തീരുമാനങ്ങളിലേക്ക് അവർ പോകുമോ എന്ന് ഭയക്കുന്നതായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ അവർ അതിന് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മൂന്നാം ഊഴം ഇന്ത്യയുടെ ഭാവിക്ക് BJP നേതൃത്വം കൊടുക്കുന്നത് നല്ലതായിരിക്കുമോ, അതോ ഒരു മാറ്റം അനിവാര്യമായിരിക്കുമോ എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ബാക്കി പത്രം.